ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും പവറിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകമാണ്. പക്ഷെ ദൈവം നമ്മളെ നോക്കുന്നത് വിശ്വാസമുള്ള പ്രാർത്ഥനയുള്ള ഒരു ദൈവ പൈതലാണോ എന്നാണ്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4:10 നമ്മൾ യാബസ് എന്ന് വിളിക്കുന്ന ഒരു മകനെ കാണുവാൻ സാധിക്കും. ഒരു രാജാവല്ല, ഒരു പ്രവാചകനല്ല, ഒരു യോദ്ധാവല്ല. പക്ഷെ ഒരു നിമിഷത്തെ പ്രാർത്ഥന അവന്റെ ജീവിതം മാറ്റുകയാണ്. ബൈബിൾ പറയുന്നുണ്ട്, അവൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ചോ പേരിനെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ അവൻ കുറ്റപ്പെടുത്തുകയില്ല. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം, അവിടുന്ന് എൻ്റെ കൂടെ ആയിരിക്കണം, എല്ലാ ദോഷത്തിൽ നിന്നും എന്നെ കാത്തു പരിപാലിക്കണം. പ്രിയപ്പെട്ട മക്കളെ, തൻ്റെ വിശ്വാസം, തൻ്റെ കുടുംബജീവിതം, തൻ്റെ ദൗത്യം, തൻ്റെ സേവനം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത വിജയം ശൂന്യമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി തടയുവാൻ ഒരിക്കലും ഈ ലോകത്തിന് പറ്റുകയില്ല. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവ പൈതലിനെ അനുഗ്രഹിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്.